സെലറ്റസ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ നായിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. മരണത്തിൽ നിന്നും ഈശോ ഒരുവനെ തിരികെ കൊണ്ടുവരികയാണ്. ഇതിന്റെ ഒരു സന്ദർഭം നമുക്കറിയാം. ഈശോ ആ പട്ടണത്തിലേക്ക് വരുമ്പോൾ പട്ടണത്തിൽ നിന്നും ആളുകൾ ഈ വിധവയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഏക മകനെയും കൊണ്ട്, അദ്ദേഹത്തിന്റെ ശവശരീരവും കൊണ്ട് ഈശോയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്നു. ഈശോ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയോട് പറയുകയാണ്, കരയേണ്ട എന്ന് പറയുകയാണ്. നമ്മളൊന്ന് ആലോചിക്കുന്ന സുവിശേഷം നമുക്ക് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചെറിയൊരു ചലഞ്ച് പ്രകാരമാണ്. അതായത് ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും വിഷമിച്ചിരിക്കുന്നവരുണ്ട്. അവരോട് നമുക്കൊരു ആശ്വാസവാക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ചുമ്മാ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കരയേണ്ട. ഈശോ പറഞ്ഞ ആദ്യത്തെ വാക്ക് അതാണ്. ആ സ്ത്രീയോട് പറയുകയാണ് കരയേണ്ട. കാരണം എന്താണ്? ഈശോയ്ക്ക് അറിയാം ഇതിനൊരു പരിഹാരമുണ്ട്, എൻ്റെ കയ്യിൽ ഒരു പരിഹാരമുണ്ട്. നമ്മൾ ഇന്ന് ചുറ്റിനും നോക്കുമ്പോൾ ഒരുപാട് പേര് ഡിപ്രഷനായിട്ട് നടക്കുന്ന ഒത്തിരിയേറെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ഉണ്ട്. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, നീ കരയേണ്ട, കുഴപ്പമൊന്നുമില്ല, നീ ഡോണ്ട് വറി, നമുക്ക് സമാധാനം ഉണ്ടാക്കാം, ദൈവത്തിൽ ഇതിനൊരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ചലഞ്ച് ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് ദൈവത്തിൽ ആശ്രയം അർപ്പിച്ച് മുന്നേറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്